കാൽമുട്ടിന്റെ സംരക്ഷണത്തിന് ആയുർവേദത്തിലുള്ള സാധ്യത ജനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് കൊച്ചിൻ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.കെ. അഷ്റഫ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കൊച്ചി ഏരിയ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചക്കാമാടത്ത് വെച്ചാണ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കൊച്ചി ഏരിയയുടെ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചത്. ഉദ്ഘാടനം കൊച്ചിൻ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.കെ. അഷ്റഫ് നിർവഹിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നത് ആളുകൾ പഴയ ആയുർവേദ ചികിത്സാ രംഗത്തേക്ക് തിരിച്ചു വരുന്നൊരു കാഴ്ചയാണ് സാധിക്കും. കാരണം നമ്മളപ്പോൾ കൊച്ചി ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ വലിയ തിരക്കാണ്. 300ഓളം OP-കളാണ്, 300ഓളം OP ഒരു ദിവസം കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ പാരമ്പര്യ ചികിത്സാ സമ്പ്രദായം, നമ്മുടെ തനത് ചികിത്സാ സമ്പ്രദായങ്ങൾ പാരമ്പര്യമായിട്ട് വർഷങ്ങളായിരുന്നു മുനിമാരുടെ കൈമാറി കിട്ടിയ നമ്മുടെ പാരമ്പര്യ ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം. കാൽമുട്ടിന്റെ സംരക്ഷണത്തിന് ആയുർവേദത്തിലുള്ള സാധ്യത ജനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ജനങ്ങൾക്ക് ചിലവ് കുറഞ്ഞതും ഫലപ്രദവുമായ ചികിത്സ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ഹരീഷ് വാര്യരുടെ അധ്യക്ഷതയിൽ കാൽമുട്ടിന്റെ ആരോഗ്യം ആയുർവേദത്തിലൂടെ എന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്. മുൻ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ ഡോക്ടർ സാദത്ത് ദിൻകർ മുഖ്യപ്രഭാഷണം നടത്തി. AMAI ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മനു മംഗലത്ത്, സെക്രട്ടറി ഡോക്ടർ മേരി ലിബ, ട്രഷറർ ഡോക്ടർ കൃഷ്ണരാജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഏരിയയിലെ സീനിയർ അംഗം ഗോപാലകൃഷ്ണൻ ഡോക്ടറെ യോഗത്തിൽ പൊന്നാട അണിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.